ഈ പറഞ്ഞോട്ട് സ്റ്റേജിനകത്ത് ഒരുപാട് എക്സ്പീരിയൻസസ് വന്നിട്ടുണ്ടാവില്ലേ തല്ല് കിട്ടിയതോ അല്ലെങ്കിൽ മുങ്ങാനായിട്ട് ഇങ്ങനെ അയ്യോ കുഴപ്പമായി എന്നുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാവില്ലേ? അല്ല, സ്റ്റേജിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു സ്റ്റേജിൽ ഒരു ക്ലൈമാക്സ് ഐറ്റത്തിൻ്റെ ഒരു ക്ലൈമാക്സ് ആണ് ഈ ഐറ്റം ചെയ്തപ്പം കൊച്ചിൻ്റെ അച്ഛൻ മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ അയൽവക്കക്കാരനാണ് മരിച്ചു പോകുന്നത്. അയൽവക്കക്കാരൻ മരിച്ചു വീണു. അപ്പോൾ ആൾക്കാർ ചിരിച്ചില്ല. അപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന ആൾ ഇങ്ങനെ കിടന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ട് ആരും ചിരിക്കുന്നില്ല. സത്യം എല്ലാവരും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ പുള്ളി പതുക്കെ മരിച്ചിടത്തുനിന്ന് എഴുന്നേറ്റ് വന്നിട്ട് പുള്ളി ഇങ്ങനെ മയക്കിന് പ്രിയമുള്ളവരെ ഈ മരിച്ചു കിടക്കുന്ന ആ കൊച്ചിൻ്റെ അച്ഛൻ ക്ലൈമാക്സ് അല്ലേ ഇത്, ചിരിച്ചില്ല പരിപാടി തീർന്നില്ല. പുള്ളി ഇങ്ങനെ വീണിട്ട് പുള്ളി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കി. ആരും അപ്പോൾ എല്ലാവരും നോക്കുന്നത് എന്താ ഒന്നുമില്ല. അപ്പം വേറെ മാർഗ്ഗമില്ല, കൈ അടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കൈ അടിക്കുന്നത്. ഈ പുള്ളി തന്നെ എഴുന്നേറ്റ് വന്നിട്ട് പ്രിയമുള്ളവരെ ഈ മരിച്ചു കിടക്കുന്ന കൊച്ചിൻ്റെ അച്ഛൻ. കോമഡിക്ക് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴാണ് നമുക്ക് പറയാത്. കാര്യം ഇപ്പൊ ഗാനമേള സിനിമാറ്റിക് ഡാൻസ് ഒക്കെ വന്നതുകൊണ്ട് ഇത് ഏറ്റില്ലെങ്കിൽ പോലും ഇപ്പം മരിച്ചു വീണല്ലോ കൈ അടിച്ചു. അപ്പം അടുത്ത് നമുക്ക് മനോഹരമായ ഒരു പാട്ടിലേക്ക് പോകാം. ഈ നമ്മൾ സ്റ്റാർ പോലും ചെയ്യുമ്പോൾ ആൾക്കാർ തിരിച്ചു പറയും. അതായത് നേരെ തിരുമേനി ഈ പച്ചൻ പള്ളക്കൂടത്തിൽ പോയിട്ടില്ല എന്നെ ഫ്രണ്ടിൽ നിന്ന്, പിന്നെ നീ പോയിട്ടുണ്ടോടാ ഈ ഡയലോഗ് പറഞ്ഞാൽ കുറച്ചു നേരം ഡയലോഗ് മുഴുവൻ പോകും. എൻ്റെ വർഗീസിന്റെ ഡയലോഗ് ഉണ്ട്, അടിച്ചത് ആരാണ് നിന്നെ, ആണ്ടവനോ അതോ സേഡ്ജിയോ? സേഡ്ജി എന്ന് പറഞ്ഞു അവിടെ നിന്ന് ആൻസർ വന്നു. ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഭയങ്കര സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അത്ര കോൺഷ്യസ് ആയിരിക്കണം. എല്ലാം ഇങ്ങനെ ശ്രദ്ധയോടെ ഇരുന്നില്ലേ കയ്യിൽ നിന്ന് പോവുകയല്ലേ. ഈശ്വര, സ്റ്റേജ് പ്രോഗ്രാം ചെയ്ത് കണ്ടിട്ടില്ലേ? ഇഷ്ടമുള്ളത് ഏതാ, അഭിനയിക്കുന്നതാണോ അതോ സ്റ്റേജ് ചെയ്യുന്നതാണോ ഇഷ്ടം? സ്റ്റേജിലാണ് ഇഷ്ടം. ടീച്ചറിനെ കണ്ടുമുട്ടിയതൊക്കെ എങ്ങനെയാ? എൻ്റെ അമ്മയും പ്രചോദന്റെ ഒരു ചിറ്റയും കൂടെ ഒരുമിച്ച് ടീച്ചേഴ്സായിരുന്നു. ഓ ശരി. അങ്ങനെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ പരിചയപ്പെട്ടു. അങ്ങനെ കല്യാണം ആലോചിച്ചതാ? പ്രചോദന്റെ പ്രോഗ്രാംസ് ഒക്കെ കാണാൻ പോകാറുണ്ടോ അതോ കല്യാണത്തിന് ശേഷമാണോ അതോ മുന്നേ അത് ഇന്ന ആളാന്നുള്ളത് അറിയാൻ മേലായിരുന്നു? പ്രോഗ്രാംസ് അധികം ഞാൻ കാണിച്ചിട്ടില്ല. നമ്മള് കല്യാണം കഴിച്ചിട്ട് മതിയല്ലോ നമ്മള്. അതിന് മുന്നേ കണ്ടിട്ടില്ലേ? ഉണ്ട്, കാണാറുണ്ട്. ആണോ? അത് കല്യാണം ആലോചിച്ചതിന് ശേഷമാണോ അത് അതിന് മുന്നേ ഇന്ന വ്യക്തി അറിയാമായിരുന്നു? അല്ല, ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആലോചിച്ചതിന് ശേഷമാണോ കാണുന്നേ? അല്ല, ഞങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ പറയുന്നു. അപ്പം കുഴപ്പമില്ലാതെ ഒരു കല്യാണം നടത്തി തന്നു. അങ്ങനെയായിരുന്നല്ലേ? ഇത് പിന്നെ നേരത്തെ ഡീസന്റ് ആയിട്ടൊക്കെ പറഞ്ഞു എന്നത്തിനാ? ആദ്യം പ്രചോദനം നിങ്ങൾ തമ്മിൽ അറിയായിരുന്നേ, എന്നുവെച്ച് വീട്ടിൽ പറഞ്ഞ കാര്യം നടത്തിയതല്ലേ? അല്ല, എന്നറിയോ, ഒന്നാമത്തെ കാര്യം ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ഏറ്റവും അമ്പലത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ കണ്ടുമുട്ടി ഇതൊന്നും പറയണമല്ലോ. കാര്യം നമ്മളൊരു മിമിക്രി ആർട്ടിസ്റ്റും കൂടെ ആണല്ലോ. അപ്പൊ അതൊന്നും നേരത്തെ ഒന്ന് പറയണം വീട്ടില്. പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചത് ഏതാണ്ട് അമ്മയും ചിറ്റയും കൂടെ ആലോചിച്ചതാന്നാ വിചാരിച്ചേ. തെറ്റിദ്ധരിച്ചു കേട്ടോ. ഞാൻ വെച്ച് ഡീസന്റ് ആയിട്ട് ഇത്രയൊക്കെ ആയിട്ട് ഇവിടെ ഇത് ആദ്യമേ ആലോചിച്ച് വെച്ചേച്ച അമ്മ ചിറ്റയും കൂടെ കേറി അങ്ങനെ ഇരുന്നോട്ടെന്ന് വെച്ചോണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ പ്രചോദനം, ഇപ്പൊ കറങ്ങി തിരിഞ്ഞാന്നേലും ഞാനിത് പിടിച്ചേ. ഇവിടെ വരുന്ന 98% ആൾക്കാരും ഏതാണ്ട് ഇത് തന്നെയാ. എല്ലാരും ലവ് മാരേജസാ. എന്ന് വെച്ചാൽ വലിയ ഡീസന്റ് അവിടെ വല്ല കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ ചെല്ലുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന പെൺപിള്ളേരോട് ഞാൻ പറയും ഇങ്ങനെ നടക്കരുത് അങ്ങനെ നടക്കരുത്. അപ്പൊ സ്റ്റോപ്പ്. ടീച്ചർ നല്ല ടീച്ചറാ. എനിക്ക് മലയാളം എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും വലിയൊരു തോന്നുന്നത് ഈ മലയാളം ടീച്ചർമാർക്ക് ഒരു കുഴപ്പമുണ്ട്. പദ്യം പഠിച്ചില്ലേ ഇതാണ്ട് ഇവിടോട്ട് ഒരു ഞുള്ളു തരും. നമ്മൾ ഇരുന്നിടത്ത് ഇങ്ങനെ എണീക്കുന്ന ഒരു ഞുള്ളിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞുള്ളാനൊന്നും പറ്റത്തില്ല കുഞ്ഞേ. പിന്നെ എന്നാ ചെയ്യും? ഞുള്ളാനും അടിക്കാനൊന്നും പറ്റത്തില്ല. ഇങ്ങനൊക്കെ മയത്തിലൊക്കെ പറഞ്ഞൊക്കെ അങ്ങനെയൊക്കെ പോവാതേ ഉള്ളൂ. പഠിച്ചിട്ട് പറഞ്ഞേ സത്യം പറഞ്ഞ എനിക്ക് സത്യം പറഞ്ഞ മലയാളം ടീച്ചർമാരെ കാണുമ്പോഴേ പേടിയാ. ഞാൻ കുറെ ഞുള്ളു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇരിക്കുന്ന ബെഞ്ച് ഇങ്ങനെ എണീക്കും. അയ്യോ എന്നെ ഞുള്ളാൻ നേരം കിടക്കുകയും ചെയ്യും. ബാലാവകാശം ഇതൊക്കെ ഞങ്ങൾ പഠിച്ചപ്പോ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഞുള്ളിന്ന് രക്ഷപ്പെടായിരുന്നു. വായിക്കുവോ പ്രചോദനം ഒരുപാട് പുസ്തകങ്ങൾ? ഇപ്പം ലക്ഷ്മിയൊക്കെ വന്നേ പിന്നെ കുറച്ച് പുസ്തകങ്ങളെ കുറിച്ചുള്ള. ടീച്ചർ വന്നേ പിന്നാണ്? അതിനു മുമ്പും പുസ്തകമൊക്കെ വായിക്കുമായിരുന്നു. അന്ന് ബോബനെ മോളിയായിരുന്നു. ഇപ്പൊ ഭയങ്കര ബുദ്ധിപരമല്ല. ഇപ്പൊ നമ്മള് ചില സ്ഥലങ്ങളിൽ ചെല്ലണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും സംസാരിക്കണമല്ലോ. അപ്പൊ ഈ നമ്മൾ ആദ്യം ഈ സംസാരത്തിൽ നിന്ന് ഒഴിവാകുമായിരുന്നു. നമ്മൾ എന്തെങ്കിലും വിളിക്കുമ്പോൾ ആശംസ പറയാൻ വിളിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് എനിക്ക് മുമ്പുള്ള ഒത്തിരി സംസാരിച്ചു, ഇനി ഒത്തിരി പേര് സംസാരിക്കാനുണ്ട്. അപ്പോൾ മുങ്ങുക.
അതുകൊണ്ട് ഇനി വർത്താനം പറയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ പുസ്തകങ്ങൾ അറിവ് ഒത്തിരി നേടിയാലല്ലേ ഒക്കത്തുള്ളൂ. ശരിയാ. പ്രചോദനം എനിക്ക് ഏറ്റവും ഒരു വിഷമമുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഞാൻ ഈ ഷോ തുടങ്ങിയപ്പോൾ എനിക്ക് മണിച്ചേട്ടനെ ഇവിടെ കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. ശരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ മണിച്ചേട്ടനും ഏട്ടനുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഈ പ്രോഗ്രാം വന്നപ്പോൾ തുടങ്ങി മണിച്ചേട്ടനെ കൊണ്ടുവരണമെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഒത്തില്ല, എന്നെ കൊണ്ട് പറ്റിയില്ല, ദൈവം സമ്മതിച്ചില്ല അത്. പക്ഷെ പ്രചോദനും മണിച്ചേട്ടനും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അതൊന്ന് പറയാമോ? അറ്റ്ലീസ്റ്റ് ആ ഒരു ശബ്ദമെങ്കിലും, മനുഷ്യന്റെ ഒരു ശബ്ദമെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ തന്നാൽ മതി. തീർച്ചയായിട്ടും. അല്ല, മണിച്ചേട്ടനെ സംബന്ധിച്ചോളം എന്താ പറയുക, എനിക്കൊരു കലാഭവനോട് കണക്ഷൻ ഉണ്ടാക്കി തന്ന ഒരാളാണ്. അതിലുപരി പല ട്രിപ്പുകളിലും ഒന്നിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ശരിക്കും ഞാൻ ആനി ഇവിടെ ചിക്കൻ പലതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ മണിച്ചേട്ടൻ ചിക്കൻ ഉണ്ടാക്കുന്ന പേരിട്ട ആംഗ്രി ചിക്കൻ എന്ന് പറഞ്ഞൊരു പേരിട്ടായിരുന്നു. കാരണം മണിച്ചേട്ടനൊക്കെ അവിടെ ചെന്ന് മണിച്ചേട്ടൻ കുക്കിംഗ് ആണ്, ചിക്കനൊക്കെ ഗംഭീരമുണ്ട്. പക്ഷേ ഇത് നമ്മൾ മുഴുവൻ കഴിച്ചില്ലെങ്കിൽ പിന്നെ പുള്ളിക്ക് ഭയങ്കര ദേഷ്യവും പിണക്കവും ഒക്കെ. അപ്പം അത് ഓരോരുത്തരും ഉണ്ടാക്കി കഴിപ്പിക്കുക എന്നുള്ള സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ വെറുതെ നമ്മൾ ഇടിക്കാൻ വരും, ഒക്കെ പേടിയായിരുന്നു മണിച്ചേട്ടനായിട്ട് സംസാരിക്കാൻ. പക്ഷേ അതിലുപരി എന്താ പറയുക, നഷ്ടം എന്ന് പറയുന്നൊരു വലിയ നഷ്ടം തന്നെയാണ് മണിച്ചേട്ടൻ്റെ ഒരു നഷ്ടം. ഇപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും ആവശ്യപ്പെടുന്നതും മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ആവശ്യപ്പെടാറുണ്ട്. മണിച്ചേട്ടൻ സാധാരണ സ്റ്റൈൽ പറയുന്നത്, പ്രിയമുള്ള കലാപ്രേമികളെ, ഇത് ഞാനാ കലാഭവമണി, ബായി കുച്ചാണ്ട് പാണം കത്തണുമ്മ, വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമ്മ, അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായിട്ടച്ഛൻ കൊഞ്ചി പറയാറില്ലേ. അയ്യോ, ശരിക്കും എനിക്കിവിടെ പ്രചോദനെ തോന്നിയില്ല, മനുഷ്യനെ മാത്രമേ തോന്നിയുള്ളൂ ശരിക്കും. താങ്ക് യു. എന്നാലും എനിക്ക് വളരെ സന്തോഷമാണ്. അറ്റ്ലീസ്റ്റ് മനുഷ്യൻ്റെ ഒരു വോയിസ് എങ്കിലും എനിക്കിവിടെ കേൾക്കാൻ പറ്റിയില്ല. അതിന്റെ സന്തോഷത്തിൽ ഞാൻ ഇന്നത്തെ ഭക്ഷണം വിളമ്പാട്ടാം. പൊളിച്ചു കേട്ടോ, കൊള്ളാല്ലേ? സൂപ്പർ, നല്ലതാണ്. പഞ്ചാബി നോർത്ത് ഇന്ത്യൻ ഭക്ഷണം പ്രചോദനമൊക്കെ കഴിച്ചിട്ടുണ്ടാവും ഒരുപാട് സ്ഥലത്ത് പ്രോഗ്രാം ചെയ്യാൻ പോകുമ്പോഴത്തേനൊക്കെ അല്ലേ? കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ മണാലിയിൽ കുറേ ദിവസം വെക്കേഷന് പോയിരുന്നു. അവിടെ കുളു മണാലി, അവിടെ ഈ മണം അവിടുത്തെ സ്ട്രീറ്റിലൊക്കെ കസൂരി മേത്തിയുടെ ഒക്കെ മണവാ, ജീരകം കരിയുന്നതും. ജീരകപ്പൊടി ഇടും, ശരിയാ. ഞാൻ ഈയിടെ ഒരു പരിപാടിക്ക് പോയായിരുന്നു, ഭീമൻ്റെ ചേട്ടൻ സ്പെഷ്യൽ ഉണ്ടാക്കിയൊരു പരിപാടിക്ക് പോയായിരുന്നു. ചേട്ടനൊരു പത്തനാപുരം സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു വിഭവം ഉണ്ടാക്കിയായിരുന്നു. എനിക്കറിയില്ല, ഞാൻ കഴിച്ചിട്ട് 10 ദിവസം ഹോസ്പിറ്റലായിരുന്നു. ഞാൻ രവിചേട്ടനെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പറഞ്ഞില്ല, രവിചേട്ടാ 10 ദിവസം ഞാൻ ഹോസ്പിറ്റലായിരുന്നു. അല്ല, സ്പെഷ്യൽ ഉണ്ടാക്കിയത് ഞാൻ സ്പെഷ്യൽ ട്രെയിൻ പിടിച്ചാണ് വീട്ടിൽ പോയത്. എന്തോ ഒരു സാധനം അതെന്നെ, ഒരു പത്തനാപുരം സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്കയോ അവിടെ ഇരുന്നാണ്. അപ്പം എല്ലാവരും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ വായിലോട്ട് വെച്ച് കഴിക്കുക എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കഴിച്ചെല്ലാം കഴിഞ്ഞ് സത്യം പറഞ്ഞ എൻ്റെ ആനി, ഞാൻ അവിടെ നിന്ന് 4:30 സ്പെഷ്യൽ ട്രെയിൻ പിടിച്ചിട്ട് ഞാൻ ഒരു പോക്ക് പോയിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടാണ് എഴുതുന്നത്. രവിചേട്ടൻ കാണുന്നുണ്ടെങ്കിൽ ഇതില്ല, ഞാൻ പറയായിരുന്നു. എനിക്കറിയത്തില്ല. ഞാൻ അപ്പം എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ചേട്ടനോട് വോട്ട് കുറഞ്ഞ എന്താ എനിക്ക് മനസ്സിലായി. കാര്യം എന്താ പറയുക, ചേട്ടൻ അത് എല്ലാവർക്കും കൊടുത്തെന്ന് പറഞ്ഞു അവിടെ. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു, ചേട്ടാ ഇത് വേറെ കമ്മീഷനൊന്നും വെക്കണ്ട, വോട്ട് കുറഞ്ഞു. പിന്നെ ഒരു 5 മിനിറ്റ് ചിരിയായിരുന്നു കേട്ടോ. എന്താടാ ഞാൻ പറഞ്ഞു, എന്താ എനിക്ക് സംഭവം പിടികിട്ടി. ഞാൻ ഇവിടെ ഡോക്ടർമാർക്ക് പോലും അത് എന്ത് പോയിസണാന്ന് പിടികിട്ടിട്ടില്ല. സാധാരണ ഫുഡ് പോയിസൺ എന്ന് കേട്ടുള്ളൂ, ഇത് 10,000 പോയിസൺ പേര് കേട്ടിട്ട്. അല്ല, ഞാൻ വിളിച്ചു, ഇനിയിപ്പോൾ ഇത് കേൾക്കാനുള്ള ഞാൻ പറഞ്ഞ കാര്യം കേട്ടോട്ടെ. എന്നാ പറയുക, അന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല ആനി, കാര്യം നമുക്ക് ഓടിപ്പോകാൻ ഇടയില്ലായിരുന്നു. ഇത്ര ഉണ്ട് എങ്കിൽ പോലും നമുക്ക് ഈ 2 സൈഡും ക്ലോസ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ കഴിക്കുക എന്ന് പറഞ്ഞ് വായിലോട്ടൊന്ന് കഴിച്ചു. കഴിക്കുക, ഞാൻ പത്തനാപുരം സ്പെഷ്യലാണ് ഇത് ചേച്ചി. പത്തനാപുരം സ്പെഷ്യൽ, അതെ, പത്തനാപുരത്ത് ഞാൻ പല സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ എനിക്ക് അവിടെ കണ്ടെത്തിയ വിഭവമാണ്, ആടി പൊളിയാണ്, ഒരു വെണ്ടയ്ക്ക എന്നൊക്കെ പറഞ്ഞിട്ട്
ഇത് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ഇട്ടിട്ട് അപ്പോൾ ഞാൻ നോക്കി തക്കാളി ഇതെല്ലാം കൂടെ പിന്നെ ഇടിക്കുന്നുണ്ട് ഞാൻ ചെയ്തന്നെ തക്കാളി ഇടിക്കുക അപ്പോൾ അതൊക്കെ ഇടിച്ചു സൂപ്പറായിരിക്കും. ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് ചട്ടി അവിടെ വെച്ചിട്ട് എല്ലാം കൂടെ വെച്ചിട്ട് ഇളക്കിയിട്ട് ബെറ്റിൽ പോലെ ഇലക്കകത്ത് ഇത് പൊറിഞ്ഞു തന്നു. ഇത് മുറുക്കാനാണോ? മുറുക്കാനല്ല, കഴിക്കുക. 10 സ്പെഷ്യൽ.